ദൈവികത്വം കൽപ്പിച്ചിരിക്കുന്ന ഗ്രഹങ്ങളിൽ അതീവ ശക്തിമാനായി കണക്കാക്കപ്പെടുന്ന ഗ്രഹമാണ് ശനി. നമുക്കദ്ദേഹം ശനീശ്വരനാണ്. വിശ്വം മുഴുവൻ പ്രകാശം നൽകുന്ന ജ്യോതിസ്വരൂപനായ ആ സൂര്യഭഗവാന്റെ പുത്രനാണ് ശനി. നവഗ്രഹങ്ങളിൽ ശനിക്കുള്ള പ്രത്യേകത എന്തെന്നാൽ അദ്ദേഹം കർമ്മഫലദാതാവായി കരുതപ്പെടുന്നു. ഒട്ടേറെ വിശേഷണങ്ങൾ ശനിദേവന് ചാർത്തപ്പെട്ടിട്ടുണ്ട്. ന്യായത്തിൻ്റെ അധിപൻ, നീതിയുടെ ദേവൻ. എന്തുകൊണ്ട് ശനീശ്വരന് ഇത്രയും പ്രാധാന്യം? സൂര്യദേവന്റെ തന്നെ പുത്രനായ യമൻ ജീവജാലങ്ങളുടെ മരണത്തിന് ശേഷമുള്ള പുണ്യപാപങ്ങൾ തീരുമാനിക്കുമ്പോൾ ശനീശ്വരൻ ജീവിച്ചിരിക്കുമ്പോൾ തന്നെ അവരവരുടെ പ്രവൃത്തികളുടെ ഫലം നൽകുന്നു. അപ്പോൾ പിന്നെ അദ്ദേഹത്തെ ഭയപ്പെടാതെ തരമില്ല. കർമ്മങ്ങളുടെ ശുദ്ധീകരണത്തിലൂടെയല്ലാതെ ഒരു കാരണവശാലും ശനിദേവനെ പ്രസാദിപ്പിക്കുവാൻ നോക്കണ്ട. കാരണം അദ്ദേഹം നിഷ്പക്ഷനാണ്. പണക്കാരൻ, പാവപ്പെട്ടവൻ, വലിയവൻ, ചെറിയവൻ, രാജാവ്, മന്ത്രി, തൊഴിലാളി, നേതാവ് ഏവരും ശനിക്കു മുൻപിൽ സമന്മാരാണ്. നവഗ്രഹങ്ങളിൽ പാപഗ്രഹമായാണ് ശനിയെ കണക്കാക്കുന്നത്. ഒരു വ്യക്തിയുടെ അധർമ്മങ്ങൾക്ക് അദ്ദേഹം നൽകുന്ന ശിക്ഷ കനത്തതായിരിക്കും. യഥാർത്ഥത്തിൽ ഒരാത്മാവിനെ സംബന്ധിച്ചിടത്തോളം ഇത്തരം ശിക്ഷകൾ ഗുണം തന്നെയാണ് നൽകുന്നത്. ദൈവജ്ഞർക്കത് കൃത്യമായി അറിയാം. ദുരിതങ്ങളുടെ ഇടുങ്ങിയതും ഇരുണ്ടതുമായ വഴികളിലൂടെ കടന്നു പോകുമ്പോൾ ഒരു വ്യക്തിക്ക് മാനസികമായ ശുദ്ധീകരണം തീർച്ചയായും സംഭവിക്കുന്നു. മനുഷ്യനെ അധോഗതിയിലേക്ക് കൊണ്ടെത്തിക്കുന്ന ഒട്ടേറെ വികാരങ്ങൾ അയാളിൽ നിന്നും വേരോടെ തന്നെ ഇല്ലാതായി പോകും. ജന്മജന്മാന്തരങ്ങളുടെ സഞ്ചാരമെന്നാൽ കർമ്മങ്ങളുടെ ബന്ധനം പൊട്ടിച്ചെറിയാനുള്ള ആത്മാവിൻ്റെ നിത്യപരിശ്രമമാണ് എന്നോർക്കണം. അതിൻ്റെ ഒരു ഭാഗം തന്നെയല്ലേ ഈ ശുദ്ധീകരണവും. ആന്തരികമായി ശുദ്ധിയുള്ളവർക്ക് എന്നും പ്രിയപ്പെട്ടവനാണ് ശനിദേവൻ. പാപഗ്രഹമായി കണക്കാക്കുമെങ്കിലും ബലവാനായി നിൽക്കുന്ന ശനി ശുഭഗ്രഹങ്ങളെപ്പോലും കടത്തിവെട്ടുന്നത് കാണാം. ജ്യോതിഷ പണ്ഡിതന്മാരുടെ അഭിപ്രായപ്രകാരം സൗഭാഗ്യങ്ങൾ വാരിക്കോരി നൽകുന്നു ജാതകത്തിൽ ഇഷ്ടസ്ഥാനത്തു നിൽക്കുന്ന ശനീശ്വരൻ. കർമ്മഫലങ്ങളുടെ അധിപനായ ശനിയുടെ ജനനം ആ ദേവന്റെ പ്രകൃതം പോലെ തന്നെ വിചിത്രമായിരുന്നു എന്ന് പറയാം. ഈ ചരിത്രവും ലോകത്ത് കാണുന്ന ജീവജാലങ്ങളുടെയെല്ലാം പിറവിക്ക് കാരണമായ ആ കശ്യപനിൽ നിന്നും തുടങ്ങേണ്ടി വരും. കശ്യപ മഹർഷിയുടെയും അദിതിയുടെയും പുത്രനായ ആദിത്യൻ എന്ന സൂര്യനാരായണൻ തന്നെയാണ് ശനിയുടെ പിതാവ്. വിശ്വകർമാവിന്റെ പുത്രിയായ സപ്ഞയെ ആദിത്യൻ വിവാഹം കഴിച്ചു. അവർക്ക് യമൻ എന്നും യമി എന്നും പേരുള്ള 2 മക്കളും ജനിച്ചു. ദേവശില്പി വിശ്വകർമാവിന്റെ പുത്രിയൊക്കെയാണെങ്കിലും സൂര്യദേവന്റെ പത്നിയായി ജീവിക്കുന്നതിൽ സപ്ഞ വല്ലാത്തൊരു ദുർഘടം നേരിടുന്നുണ്ടായിരുന്നു. സൂര്യന്റെ അസാധാരണമായ തേജസ്സും താപവും സഹിക്കുവാനുള്ള ശക്തി സപ്ഞയ്ക്ക് ലഭിക്കുന്നുണ്ടായിരുന്നില്ല. ഇത് സംബന്ധമായ ബുദ്ധിമുട്ടുകൾ ദിനം പ്രതി അവളിൽ കൂടിയും വന്നു. സൂര്യഭഗവാനോട് ഇത് തുറന്നു പറയുവാൻ അവളിലെ അഭിമാനബോധം അനുവദിച്ചുമില്ല. ആയതിനാൽ ആ പ്രശ്നത്തിന് അവൾ തന്നെത്താനെ ഒരു ഉപായം കണ്ടുപിടിക്കുകയാണ്. തൻ്റെ പ്രതിച്ഛായയിൽ നിന്ന് ഒരു സ്ത്രീയെ സൃഷ്ടിച്ചു വിശ്വകർമാവിന്റെ പുത്രി. തൻ്റെ സാദൃശ്യത്തിലുള്ള അവൾക്ക് ഛായ എന്ന പേരും നൽകി. സൂര്യലോകത്ത് തനിക്ക് പകരമായി ഛായയെ നിർത്തിയ ശേഷം സപ്ഞ തപസ്സിനായി പോയി. സൂര്യദേവന്റെ പത്നിയായിരിക്കുവാൻ തക്ക ശേഷി സമ്പാദിക്കുവാൻ തപസ്സല്ലാതെ വേറെ ഒരു വഴിയും അവൾ കണ്ടില്ല. ഈ ആൾമാറാട്ടവും സപ്ഞയുടെ അഭാവവും ഒന്നും സൂര്യൻ അറിഞ്ഞേയില്ല. സൂര്യലോകത്ത് ആദിത്യ ഭഗവാന്റെ കൊട്ടാരത്തിൽ ഛായ സപ്ഞയായി ജീവിച്ചു. രൂപത്തിൽ അവർ തമ്മിൽ ഒരു വ്യത്യാസവും ഉണ്ടായിരുന്നില്ല. കാലം പോകവേ ഛായ ഗർഭവതിയായി. നല്ല ഒരു ശിവഭക്തിയായിരുന്നു ഛായാദേവി. ആ ഗർഭകാലം മുഴുവൻ ശിവോപാസനയിൽ അവൾ വ്യാപൃതയായിരുന്നു. ഗർഭത്തിലിരുന്ന് അമ്മ കൈമാറിയ ആ ഗുണം പിന്നീട് കുട്ടിയിൽ കാലാന്തരത്തിൽ മിഴിവാർന്നു വന്നത് ഏവരും കണ്ടു. വൈകാതെ സൂര്യദേവന് ഛായയുടെ ആ ഗർഭത്തിൽ നിന്നും ഒരു പുത്രൻ ജനിച്ചു. പക്ഷേ സൂര്യന്റെ മറ്റ് സന്തതികളെ അപേക്ഷിച്ച് വിഭിന്നനായിരുന്നു ആ കുട്ടി. ഇരുണ്ട നിറവും തേജസ്സില്ലാത്ത പ്രകൃതവുമായി പിറന്ന അവനെ കണ്ട് സൂര്യദേവൻ ആദ്യം അനിഷ്ടം പ്രകടിപ്പിച്ചു. പക്ഷെ പൊടുന്നനെ ആ കുട്ടിയുടെ പ്രഭാവത്താൽ സൂര്യദേവനെ അന്ധകാരം വിഴുങ്ങി. സൂര്യൻ തേജസ് നഷ്ടപ്പെട്ടവനായി. ലോകം ഒന്നാകെ സ്തംഭിച്ചു. അസാധാരണമായ ഒരു പിറവിയാണ് അവനെന്ന് ഏവർക്കും ബോധ്യമായി. സൂര്യദേവൻ വല്ലാത്ത പ്രതിസന്ധി നേരിട്ടു. ലോകവും. ആ നിമിഷത്തിൽ തന്നെ മഹാദേവൻ അവിടെ പ്രത്യക്ഷനായി. കുട്ടിയെ അംഗീകരിക്കണമെന്നും കാലാന്തരത്തിൽ അവൻ അതുല്യനായി ഉയരുമെന്നും പരമേശ്വരൻ സൂര്യദേവനെ അറിയിച്ചു.
അദ്ദേഹത്തിന്റെ വാക്കുകൾ സൂര്യൻ ഒരു മടിയും കൂടാതെ അംഗീകരിക്കുകയും ചെയ്തു. മഹാദേവന്റെ ആശീർവാദത്താൽ സൂര്യദേവൻ പ്രഭാവം വീണ്ടെടുത്ത് പൂർവ്വരൂപത്തിൽ ആവുകയും ചെയ്തു. ജനന സമയത്തു തന്നെ അന്യായം നേരിട്ട അവനാണ് ഭാവിയിൽ ന്യായത്തിന്റെ കർത്താവായി തീരുന്നത്. അല്ലെങ്കിലും ന്യായം എന്താണെന്ന് മനസ്സിലാകണമെങ്കിൽ ഒരുവൻ അന്യായം നേരിട്ടേ മതിയാകൂ. ആയുസ്സിന്റെ കാരകനായ ശനീശ്വരൻ അതീവ തീക്ഷ്ണ സ്വഭാവമുള്ള ഗ്രഹദേവതയാണ്. ഇരുണ്ട ശരീരമുള്ളവനും കറുപ്പോ നീലയോ വസ്ത്രം ധരിച്ചവനും കയ്യിൽ ശൂലവും ധനുസ്സും ആയുധമായവനുമായാണ് ശനിയെ സാധാരണ ചിത്രീകരിക്കാറ്. കാക്കയാണ് ശനീശ്വരന്റെ വാഹനം. നവഗ്രഹങ്ങളിൽ ഏറ്റവും സാവധാനം നീങ്ങുന്ന ഗ്രഹമായതിനാൽ മന്ദൻ എന്നും ഈ ദേവൻ അറിയപ്പെടുന്നു. സാക്ഷാൽ കാലഭൈരവൻ തന്നെ ശനിയുടെ ഗുരു. നീലിമ, ദാമിനി എന്നിവർ അദ്ദേഹത്തിന്റെ പത്നിമാരാണ്. ഇവരിൽ നീലിമ നീല എന്ന വിളിപ്പേരിലും അറിയപ്പെടുന്നുണ്ട്. ബ്രഹ്മാവിന്റെ 5-ാം ശിരസിന്റെ ശക്തി നീലിമ വഹിക്കുന്നു എന്ന് പറയപ്പെടുന്നു. രത്നങ്ങളിൽ ഇന്ദ്രനീലത്തിന്റെ ദേവതയായി നീലിമാദേവിയെ കണക്കാക്കാറുണ്ട്. ദാമിനി ദക്ഷ പ്രജാപതിയുടെയും പ്രസൂതിയുടെയും പുത്രിയാണ്. പുത്രനായി ഗുളികൻ അഥവാ മാന്തിയും. ശനിയുടെ പരീക്ഷണങ്ങൾ നേരിട്ട പ്രബലർ ഒരുപാടുണ്ട്. ലങ്കാധിപതി രാവണനും ശനീശ്വരനുമായി ബന്ധപ്പെട്ട വിചിത്രമായൊരു സംഭവം ഒരിക്കലുണ്ടായി. രാവണപത്നിയായ മണ്ഡോദരി ഗർഭിണിയായ സമയം എല്ലാം തികഞ്ഞൊരു മകനെ തന്നെ പ്രസവിക്കണമെന്ന് ആഗ്രഹിച്ചു രാവണൻ. ഏതു ജന്മത്തിന്റെയും ഭാവി നിർണയിക്കുന്നുണ്ട് നവഗ്രഹങ്ങൾ. അവർ ഉചിതമായ സ്ഥാനത്തു നിന്നാലേ ഉത്കൃഷ്ടമായ ജനനമുണ്ടാകൂ എന്ന് രാവണനും അറിയാം. ആയതിനാൽ കുട്ടിയുടെ ജനന സമയം ശോഭനമായ ഇടങ്ങളിൽ നിൽക്കണമെന്ന് ലങ്കേശൻ ഗ്രഹദേവതകളോട് ആവശ്യപ്പെടുകയാണ്. അവരോട് അത് പറയുവാനും അനുസരിപ്പിക്കുവാനുമുള്ള ശേഷി രാവണനുണ്ട്. അവർ രാവണന് ഉറപ്പു നൽകുകയും ചെയ്തു. പക്ഷേ സമയമെടുക്കുന്തോറും അദ്ദേഹത്തിന് എന്തോ ഒരു സംശയം പോലെ. ഗ്രഹങ്ങൾ വാക്ക് പാലിച്ചില്ലെങ്കിലോ? പിന്നെ അയാൾ ചെയ്തത് അതിക്രമമാണ്. സ്വതവേ അഹങ്കാരിയായ രാവണൻ, ഒപ്പം വരബലവും. തോന്നിയതെന്തും ചെയ്യാം. ഒരു പരീക്ഷണത്തിന് തയ്യാറല്ലാത്ത രാവണൻ ഗ്രഹദേവതകളെ പിടിച്ച് ബന്ധനസ്ഥരാക്കി ലങ്കയിൽ കൊണ്ടുവന്നു. തൻ്റെ മകൻ എല്ലാ ഐശ്വര്യത്തോടും കൂടി ജനിക്കണം, വിശ്വവിജയിയാകണം. അതിന് ഏതറ്റം വരെ വേണമെങ്കിലും രാവണൻ പോകും. നവഗ്രഹങ്ങൾ ബന്ധനസ്ഥരായി ലങ്കയിൽ. ബ്രഹ്മാവിന്റെയും മഹാദേവന്റെയും ആശീർവാദത്തിൽ നിൽക്കുന്ന രാവണനെ എതിർക്കുവാനോ ശിക്ഷിക്കുവാനോ നവഗ്രഹങ്ങൾക്കായുമില്ല. പക്ഷേ ശനി ഒരു പണി ചെയ്തു. മേഘനാഥന്റെ ജനന സമയം ഗ്രഹങ്ങളെല്ലാം ഉചിതമായ സ്ഥാനത്തു തന്നെ. അതിനെയെല്ലാം തകിടം മറിക്കുന്ന രീതിയിൽ സ്വപുത്രനായ ഗുളികനെ ശനി അനിഷ്ട സ്ഥലത്ത് സ്ഥാപിച്ചു. മേഘനാഥന്റെ നാശത്തിന് തന്നെ കാരണമായത് ഈ ഗുളിക സാമീപ്യം ആണത്രേ. വലിയ പരാക്രമശാലിയായിട്ടും ദേവലോകം തന്നെ വിറപ്പിച്ചിട്ടും മേഘനാഥൻ അല്പായുസായി തീർന്നു. ഗുളികന്റെ ജനനത്തെക്കുറിച്ച് പറയുന്ന ചരിത്രം ഒരു സംഘട്ടനമാണ്. ഒരിക്കൽ ശനിയും വ്യാഴവും തമ്മിൽ ഒരു യുദ്ധം നടന്നു. ഇതിൽ നെറ്റിയിൽ ശരമേറ്റ് ശനി നിലംപതിച്ചു. ബ്രഹ്മാവിന്റെ സമയോചിതമായ ഇടപെടൽ ശനിക്ക് രക്ഷയായി. ശനിയെ പിടിച്ചെഴുന്നേൽപ്പിച്ച് നെറ്റിയിൽ നിന്നും ശരം വലിച്ചൂരിയെടുത്തു ബ്രഹ്മദേവൻ. ആ സമയം ശനിദേവന്റെ നെറ്റിയിൽ നിന്നും കടും നീലനിറത്തിലുള്ള ഒരു തുള്ളി രക്തം തെറിച്ചു വീണുവത്രേ. ആ ചോരത്തുള്ളിയിൽ നിന്നും നീല നിറമുള്ള ദേഹത്തോടു കൂടിയ ഭയാനകമായ ഒരു രൂപം ഉയർന്നു വന്നു. അവനാണ് ഗുളികൻ. സർപ്പാകൃതിയും പേടിപ്പിക്കുന്ന നോട്ടവും ഉഗ്രരൂപവുമുള്ള അവനെ ശനിയുടെ പുത്രനായി ബ്രഹ്മദേവൻ പ്രഖ്യാപിക്കുകയും ചെയ്തു. മഹാവിഷ്ണുവാണ് അവന് മാന്തി എന്ന പേര് നൽകിയത്. മന്ദന്റെ പുത്രൻ മാന്തി. ആ മാന്തിയാണ് മേഘനാഥന് കുഴപ്പങ്ങളുണ്ടാക്കിയത്. ഇത്രയധികം മുൻകരുതലുകൾ എടുത്തിട്ടും ഇതുവരെ ലോകത്ത് ആരും ചെയ്യാത്ത വിധം പരീക്ഷണം നടത്തിയിട്ടും തൻ്റെ പുത്രന് ഭാവിയിൽ ഗുളികനാൽ ദോഷം ബാക്കിയാണെന്ന് കണ്ട് രാവണൻ കുപിതനായി. അതിനു കാരണക്കാരനായ ശനിക്കു നേരെ രാവണൻ ചന്ദ്രഹാസം പ്രയോഗിച്ചു. രാവണന് പരമശിവനാൽ നൽകപ്പെട്ട ആയുധമാണ് ചന്ദ്രഹാസം. ആയതിനാൽ ആ ആക്രമണത്തിൽ ശനിക്ക് പരിക്കേറ്റു. ശനിക്ക് മുടന്തുണ്ടായത് രാവണന്റെ ചന്ദ്രഹാസ പ്രയോഗത്താലാണെന്ന് പറയപ്പെടുന്നു. ദേവലോകരാജാവായ ഇന്ദ്രനെ ബാധിച്ച ചരിത്രവും ശനിക്കുണ്ട്. ഒരിക്കൽ സ്വർഗലോകത്ത് വച്ച് ഇന്ദ്രനും ശനിയും തമ്മിൽ വാഗ്വാദമുണ്ടായി. യഥാർത്ഥത്തിൽ ശനിക്ക് ദേവന്മാരിൽ പോലും ബാധിപ്പുണ്ടാക്കുവാൻ സാധിക്കും. എന്നാൽ അത് അംഗീകരിക്കുവാൻ ഇന്ദ്രൻ തയ്യാറായിരുന്നില്ല.
ദേവേന്ദ്രൻ അല്പം പരിഹാസത്തോടെ ശനിയോട് പറഞ്ഞു, നീ എല്ലാവരെയും പരീക്ഷിക്കുന്ന നീതിമാനല്ലേ? നിന്റെ ദൃഷ്ടിയൊന്നും എൻ്റെ നേരെ ഒരിക്കലും ഏൽക്കുകയില്ല. ദേവകളുടെ രാജാവായ എന്നെ സ്പർശിക്കാൻ പോലും നിനക്കാവില്ല ശനി. അതിന് ശനി വളരെ ശാന്തമായാണ് മറുപടി പറഞ്ഞത്. ഞാൻ എൻ്റെ കടമ മാത്രമാണ് നിർവഹിക്കുന്നത് ഇന്ദ്രദേവ. ഓരോരുത്തരും അവരവരുടെ കർമ്മഫലം അനുസരിച്ചാണ് അനുഭവങ്ങൾ നേടുന്നത്. ആയതിനാൽ ഉത്തരവാദി അവരവർ തന്നെ. എങ്കിൽ എപ്പോഴാണ് നീ എന്നെ ബാധിക്കാൻ ഉദ്ദേശിക്കുന്നത്? അത് പറയൂ എന്ന് ഇന്ദ്രൻ. ശനി ഇന്ദ്രദേവന്റെ അനുഭവ കാലഘട്ടവും പറഞ്ഞുകൊടുത്തു. പിന്നീട് ആ സമയം ഏതാണ്ട് അടുത്തപ്പോൾ ദേവരാജൻ വലിയൊരു തീരുമാനത്തിലെത്തി. എന്ത് കാരണവശാലും ശനിക്ക് പിടികൊടുക്കുവാൻ താൻ ഉദ്ദേശിക്കുന്നില്ല. താൻ എവിടെയാണെന്ന് പോലും ശനി അറിയുവാൻ പാടില്ല. ദേവേന്ദ്രൻ സ്വന്തം രൂപം ഉപേക്ഷിച്ച് ഒരു എലിയുടെ രൂപം കൈവരിച്ചു. ഒരാളും അറിയാതെ രഹസ്യമായി താമസിക്കുകയും ചെയ്തു. ശനി പറഞ്ഞിരുന്ന സമയം കഴിയുന്നതുവരെ ഇന്ദ്രൻ മൂഷിക രൂപത്തിൽ ഒളിച്ചു താമസിച്ചു. സമയം കഴിഞ്ഞപ്പോൾ സ്വരൂപം സ്വീകരിച്ച് ശനിയുടെ മുൻപിൽ ഇന്ദ്രദേവനെത്തി. ശനിയിൽ നിന്നും താൻ രക്ഷപ്പെട്ട കാര്യം ശനിയോട് തന്നെ ഇന്ദ്രൻ പറഞ്ഞു. ശനി ശാന്തസ്വരത്തിൽ പറഞ്ഞു, ദേവരാജൻ, സ്വർഗലോകത്തിൽ എല്ലാവരാലും ആരാധിക്കപ്പെട്ട് കഴിയേണ്ടിയിരുന്ന അങ്ങ് എൻ്റെ ദശാകാലം എവിടെയായിരുന്നു? ഒന്ന് ഓർത്തു നോക്കിയാലും അങ്ങയെ ഈ വേഷം കെട്ടിച്ചതും അത് ചെയ്യാൻ തോന്നിച്ചതും ആരാണ്? ദേവേന്ദ്രന് ശനിയുടെ പ്രഭാവം സംശയമില്ലാതെ ബോധ്യമായി. ദേവരാജൻ പൂർണ്ണ മനസ്സോടെ ശനിയെ അംഗീകരിക്കുകയും ചെയ്തു. ശനിയുടെ പ്രഭാവത്തിൽ നിന്നും ബുദ്ധിപരമായി രക്ഷപ്പെട്ട ആളാണ് ശിവപുത്രനായ ഗണപതി. അത് സംബന്ധിക്കുന്ന ചരിത്രം ഇങ്ങനെ. ഗണപതിക്കുമേൽ ബാധിപ്പേൽപ്പിക്കുവാനായി ശനി ഒരിക്കൽ കൈലാസത്തിലെത്തി. അതീവ തന്ത്രശാലിയാണ് ഗണപതി. ആയതിനാൽ ശനി ഒരു വൃദ്ധവേഷം ധരിച്ച് കൈലാസത്തിലെത്തുകയാണ്. താൻ ഗണപതിയെ സന്ദർശിക്കുവാൻ വന്നതാണെന്ന് ശനി. ഗണേശന് കാര്യങ്ങൾ ഏകദേശം വ്യക്തമായി. ആ കൈയിങ്ങ് നീട്ടുവാൻ വൃദ്ധനായി നിൽക്കുന്ന ശനിയോട് വിനായകൻ. ശനിയുടെ നീട്ടിയ കൈയിൽ തൻ്റെ തുമ്പിക്കൈ കൊണ്ട് എന്തോ എഴുതി. കൗതുകത്തോടെ ശനി അത് വായിക്കുകയും ചെയ്തു. നാളെ, അടുത്ത ദിവസം കണ്ടാൽ മതിയെന്ന്. സ്വയം അത് വായിച്ച സ്ഥിതിക്ക് നാളെ തന്നെ വരികയേ നിവൃത്തിയുണ്ടായിരുന്നുള്ളൂ സൂര്യപുത്രന്. അന്ന് മടങ്ങിപ്പോയി പിറ്റേന്നും ശനീശ്വരൻ തലേ ദിവസത്തെ വേഷത്തിൽ തന്നെ കൈലാസത്തിലെത്തി. ശനിയെ കണ്ടപാടെ ഗണേശൻ കൈനീട്ടുവാൻ അന്നും ആവശ്യപ്പെട്ടു. ശനി കൈനീട്ടുകയും ചെയ്തു. വീണ്ടും എഴുതി നാളെ. ശനിക്ക് കാര്യം മനസ്സിലായി. വിനായകൻ തന്നെ തിരിച്ചറിഞ്ഞുവെന്നും താൻ കബളിപ്പിക്കപ്പെട്ടുകൊണ്ടിരിക്കുകയാണെന്നും മനസ്സിലാക്കിയ ശനിദേവൻ കയ്യിലെഴുതിയ നാളെ എന്ന വാക്ക് വർദ്ധിച്ച കോപത്തോടെ മായ്ച്ചു കളയുവാൻ തുടങ്ങി. ഗണപതിയുടെ എഴുത്ത് മായ്ക്കുവാൻ ശനിയെ കൊണ്ടായില്ല എന്നതാണ് പരമാർത്ഥം. അതാരെക്കൊണ്ടുമാവില്ല. ആ നാളെ എന്നത് സ്ഥിരമായി. ശിവപുത്രനെ ബാധിക്കുവാൻ ശനിക്കായില്ല. ശനി തോൽവി സമ്മതിച്ചു. ഒരു കാലത്തും ഗണപതിക്കുമേൽ ആധിപത്യം സ്ഥാപിക്കുവാൻ ശനിക്ക് കഴിഞ്ഞിട്ടില്ല എന്ന് പുരാണങ്ങൾ. ഇതുപോലെ തന്നെ മറ്റൊരാളുടെ മേലും കർമ്മഫലദാതാവിൻ്റെ നോട്ടമെത്തിയില്ല. അത് ശിവാംശമായി ജനിച്ച ഹനുമാനുമേലാണ്. ഇതിഹാസ പുരുഷൻ ശ്രീരാമന്റെ പ്രിയതോഴൻ ഹനുമാൻ. അതിന് രാവണൻ തന്നെയാണ് കാരണമായത്. രാവണൻ വിജയശ്രീലാളിതനായി സർവാധിപത്യം സ്ഥാപിച്ചിരിക്കുന്ന സമയത്ത് ഒരു ഘട്ടത്തിൽ ചെറിയ രീതിയിലെങ്കിലും തുടരെ പരാജയങ്ങൾ ഏറ്റുവാങ്ങിക്കൊണ്ടിരുന്നു. ഉപാസകനായിരുന്ന രാവണൻ അതിൻ്റെ കാരണം അന്വേഷിച്ചപ്പോൾ കണ്ടെത്തിയത് ശനിയുടെ ദൃഷ്ടി കൊണ്ടാണ് തിരിച്ചടികൾ ഉണ്ടാകുന്നത് എന്നാണ്. അത് രാവണന് സഹിക്കാനായില്ല. നവഗ്രഹങ്ങളിൽ ആധിപത്യം സ്ഥാപിക്കുവാൻ ശേഷിയുള്ള രാവണൻ ശനിയെ ബന്ധനസ്ഥനാക്കി. സ്വന്തം നാശത്തിനു കാരണമാകാവുന്ന ഒട്ടേറെ കർമ്മങ്ങൾ രാവണൻ ചെയ്തു കൂട്ടിയിട്ടുണ്ട്. ആ കൂട്ടത്തിലൊന്നായി ഇതും. ശനി ലങ്കയിൽ ലങ്കേശന്റെ തടവിൽ. ഈ ഘട്ടത്തിലാണ് ഹനുമാനുമായി ലങ്കാപുരിയിൽ വെച്ച് ശനിയുടെ കൂടിക്കാഴ്ച നടക്കുന്നത്. അത് സീതയെ അന്വേഷിച്ച് ഹനുമാൻ ലങ്കയിലെത്തിയപ്പോഴാണ്. ലങ്കാപുരി ഒന്നാകെ ചുട്ടരിച്ച് അവിടമാകെ താറുമാറാക്കിക്കൊണ്ട് നടന്ന ഹനുമാൻ ബന്ധനത്തിലായിരിക്കുന്ന ശനിയെ കണ്ടുമുട്ടുന്നു. കാര്യങ്ങളെല്ലാം മനസ്സിലാക്കി ആ ക്ഷണം തന്നെ അഞ്ജനാപുത്രൻ ശനിയെ മോചിപ്പിച്ചു. ഹനുമാന്റെ ആ പ്രവൃത്തിയിൽ സംപ്രീതനായ ശനി ഹനുമാനെയോ അദ്ദേഹത്തിന്റെ ഭക്തരെയോ ഉപദ്രവിക്കില്ല എന്ന വാക്കും നൽകി. ബന്ധനത്തിൽ നിന്നും മോചിതനായെങ്കിലും ശനി അവിടെ നിന്ന് പോകുവാൻ തയ്യാറായില്ല. കർമ്മഫലദാതാവിന്റെ ആ സാന്നിധ്യം രാമരാവണ യുദ്ധത്തിലേക്കും രാവണന്റെ മരണത്തിലേക്കും
വലിയ താമസം വിന കൊണ്ടെത്തിച്ചു. 12 വയസ്സിൽ താഴെയുള്ള പ്രായം ശനിദോഷത്തിന് കാഠിന്യം കുറവായിരിക്കും എന്ന് പണ്ഡിതർ. ശനിദേവനുമായി ആ ഒരു വ്യവസ്ഥ ഉണ്ടാക്കിയത് മഹർഷി പിപ്പലാദനാണത്രേ. അഥർവവേദത്തിന്റെ പ്രമുഖ സങ്കലനകർത്താവും ഉപനിഷത്ത് കാലീനനുമായ മഹർഷിയാണ് പിപ്പലാദൻ. വ്യാസമഹർഷിയുടെ അഥർവ ശിഷ്യ പരമ്പരയിലെ ഒരാളായ ദേവദർശന്റെ ശിഷ്യനായിരുന്നു ഇദ്ദേഹം. ഏറെ വിശേഷപ്പെട്ട ഒരു പാരമ്പര്യവും പിപ്പലാദനുണ്ട്. അദ്ദേഹം ദധീചി മഹർഷിയുടെ മകനാണ്. അതേ ദധീചി തന്നെ, ഇന്ദ്രദേവന്റെ വജ്രായുധത്തിന്റെ ഉൽപ്പത്തികാരകൻ. മഹാതപസ്വിയായ അദ്ദേഹത്തിന്റെ നട്ടെല്ലിൽ നിന്നുമാണ് അതിശക്തമായ വജ്രായുധം രൂപം കൊണ്ടത്. ആ താപസന്റെ തപോബലത്തിന്റെ വ്യാപ്തി വജ്രായുധത്തിന്റെ ശക്തി കൊണ്ട് നമുക്ക് തിരിച്ചറിയാനാകും. പ്രബലനായ വൃത്രാസുരന്റെ അന്ത്യത്തിനു വേണ്ടിയായിരുന്നു ദധീചി മഹർഷിയുടെ ആ മഹാത്യാഗം. ഇന്ദ്രനും ത്വഷ്ടാവും തമ്മിലുള്ള സ്പർദ്ധയിൽ നിന്നും വൃത്രൻ എന്ന ഉഗ്രനായ അസുരൻ പിറവിയെടുക്കുന്നു. ത്വഷ്ടാവിന്റെ പുത്രനായ ത്രിശിരസ് എന്ന വിശ്വരൂപനെ ഇന്ദ്രൻ വധിക്കുന്നു. സ്വപുത്രന്റെ അന്യായമായ കൊലയിൽ കോപം പൂണ്ട് ത്വഷ്ടാവ് അഗ്നിയിൽ നിന്നും വൃത്രൻ എന്ന പൈശാചിക രൂപയെ ജനിപ്പിക്കുകയാണ്. ഇന്ദ്രനിഗ്രഹത്തിന് വേണ്ടി തന്നെയായിരുന്നു വൃത്രന്റെ ജനനം. ദേവകളുടെ സകല ശക്തിയും വൃത്രനു മുൻപിൽ നിഷ്പ്രഭമായി. ഈ ഘട്ടത്തിൽ ഒരു പരിഹാരം തേടി മഹാവിഷ്ണുവിന് മുൻപിൽ ഇന്ദ്രനടക്കം എല്ലാവരും എത്തിച്ചേർന്നു. പ്രപഞ്ചത്തിൽ അന്നേക്ക് വരെ രൂപം കൊണ്ട ഒരായുധത്തിനും വൃത്രനെ വധിക്കുവാൻ സാധ്യമല്ല എന്ന് തീർത്തു പറഞ്ഞു മഹാവിഷ്ണു. ഒടുവിൽ അദ്ദേഹം ദേവരക്ഷയ്ക്കായി പുതിയൊരായുധത്തിന്റെ ആവശ്യകത എടുത്തു പറയുകയാണ്. ദധീചി മഹർഷിയുടെ നട്ടെല്ലിൽ നിന്നും രൂപം കൊള്ളുന്ന ആയുധത്തിന് വൃത്രനെ വധിക്കുവാൻ സാധിക്കും എന്നരുളി നാരായണൻ. ദേവകൾ ഒന്നടങ്കം മഹർഷിക്ക് മുൻപിലെത്തി. നിലവിലെ ഭയാനകമായ പ്രതിസന്ധിയെക്കുറിച്ച് മഹർഷിയെ ബോധിപ്പിക്കയാൽ പരമസാത്വികനായ ദധീചി ശരീരം വെടിയുവാൻ തയ്യാറായി. ആ വിധം അസാമാന്യമായ പ്രാപഞ്ചിക ശക്തി നിറഞ്ഞ ആ നട്ടെല്ല് ദേവന്മാർക്ക് ലഭിക്കുകയാണ്. അങ്ങനെ രൂപം കൊണ്ട വജ്രായുധം വൃത്രന്റെ സംഹാരത്തിന് കാരണമായി. ഇത് ഈയൊരു സംഭവത്തിൽ ദേവകളുടെ ഭാഗം. അപ്പുറത്ത് മഹർഷിയുടെ ഉറ്റവരുടെ ഭാഗം വേറെയുണ്ട്. ദധീചി ശരീരം വെടിയുമ്പോൾ അദ്ദേഹത്തിന്റെ പത്നി പ്രാതിഥേയി ഗർഭിണിയായിരുന്നു. മഹർഷിയെ സംബന്ധിച്ച് ആ മരണം മോക്ഷമാണെങ്കിലും കുടുംബത്തെ സംബന്ധിച്ച് അതൊരു വേർപാട് തന്നെയാണ്. ഭർത്താവിന്റെ മരണമറിഞ്ഞ് പ്രാതിഥേയി ദുഃഖിതയായി. എത്രയും പെട്ടെന്ന് പതിയോട് കൂടിച്ചേരുവാൻ അവൾ വെമ്പൽ കൊണ്ടു. താമസിയാതെ അവൾ ഒരു ആൺകുട്ടിയെ പ്രസവിച്ചു. കാലം പോകവേ ഒരു ദിവസം അവൾ ശക്തമായ ഒരു തീരുമാനം കൈക്കൊണ്ടു. കുഞ്ഞിനെ ഒരു പിപ്പല വൃക്ഷത്തിന്റെ ചുവട്ടിൽ കിടത്തിയ ശേഷം അവൾ സ്വശരീരം വെടിഞ്ഞു. പിപ്പല വൃക്ഷത്തിന്റെ ചുവട്ടിൽ ഉപേക്ഷിക്കപ്പെട്ടതിനാലാണ് അദ്ദേഹത്തിന് പിപ്പലാദൻ എന്ന പേര് ലഭിച്ചത്. ഉപേക്ഷിക്കപ്പെട്ട കുഞ്ഞിനെ ആദ്യം സംരക്ഷിച്ചത് പക്ഷിമൃഗാദികളായിരുന്നു. വിശപ്പും ദാഹവും കൊണ്ട് തളർന്ന ആ കുഞ്ഞ് സ്വയം തന്നെ പിപ്പല വൃക്ഷത്തിന്റെ കൊഴിഞ്ഞു വീണ പഴങ്ങൾ ഭക്ഷിക്കുവാൻ തുടങ്ങി. പക്ഷിമൃഗാദികളുടെ സംരക്ഷണവും ആൽവൃക്ഷത്തിന്റെ ഭക്ഷണവുമായി എന്തായാലും അവൻ അതിജീവിച്ചു. കുറച്ചുകൂടെ വലുതായി. ഒരിക്കൽ യാദൃശ്ചികമായി നാരദ മഹർഷി അതിലൂടെ വരികയുണ്ടായി. ആ കുട്ടിയെ കണ്ടപ്പോൾ മഹർഷി ആശ്ചര്യപ്പെട്ടു. അവന്റെ പൂർവ്വചരിത്രം ഞൊടിയിടയിൽ ഗ്രഹിക്കുകയും ചെയ്തു. ദേവരക്ഷാർത്ഥം ജീവത്യാഗം ചെയ്ത മഹർഷിയുടെ മകനാണ് അതെന്ന് തിരിച്ചറിയുകയാൽ നാരദൻ അവന് ദീക്ഷ നൽകി അനുഗ്രഹിച്ചു. മഹർഷിയാണ് അവന് പിപ്പലാദൻ എന്ന പേര് നൽകിയത്. ഇതിനിടയിൽ അവനോട് കുറെ ചോദ്യങ്ങളും അദ്ദേഹം ചോദിച്ചു. അവൻ ആരാണെന്ന് അവൻ അറിയുകയില്ലായിരുന്നു. പിപ്പലാദന്റെ മാതാപിതാക്കളെക്കുറിച്ച് നാരദ മഹർഷിയാണ് അവനെ ധരിപ്പിച്ചത്. തന്റെ പിതാവിന്റെ അകാല മരണത്തിന് കാരണം എന്താണെന്ന് ചോദിച്ചു അവൻ. ഉണ്ടായ സംഭവങ്ങളെല്ലാം നാരദൻ അവനെ ധരിപ്പിച്ചുവെങ്കിലും തന്റെ ദുരവസ്ഥയ്ക്ക് ഹേതുവായത് എന്തുതരം ശക്തിയാണെന്ന് പിപ്പലാദൻ അറിയുവാൻ താല്പര്യമുണ്ടായി. ആ കുട്ടിയുടെ ഇച്ഛാശക്തിയിലും ധൈര്യത്തിലും നാരദ മഹർഷി സംപ്രീതനായിരുന്നു. ആയതിനാൽ അദ്ദേഹം അവനോട് കാര്യങ്ങൾ തുറന്നു പറഞ്ഞു. അവന്റെ പിതാവിനെ ബാധിച്ച ശനിദോഷമാണ് ഈ ദുരവസ്ഥയ്ക്കെല്ലാം കാരണം എന്ന് മഹർഷി. യഥാർത്ഥത്തിൽ ആ വാക്കുകൾ അവന്റെ ഉള്ളിൽ കനലായി തീരുകയായിരുന്നു. ബാല്യാവസ്ഥയിൽ താൻ നേരിട്ട അനാഥത്വം എന്ന ഈ കൊടിയ അന്യായം അവന്റെ ഉള്ളിലെ നീതിമാനെ അസ്വസ്ഥനാക്കി. എങ്കിലും മാതാപിതാക്കളുടെ അദൃശ്യമായ അനുഗ്രഹം വേണ്ട സമയത്ത് വഴികാട്ടിയായി നാരദ മഹർഷിയെ അവന്റെ മുൻപിൽ കൊണ്ടെത്തിച്ചു. അവന് ഭാവിയിലേക്കുള്ള ദിശാബോധം നൽകുക കൂടി ചെയ്തു നാരദൻ. ബ്രഹ്മാവിനെ പ്രീതിപ്പെടുത്തുവാനുള്ള മാർഗം ഉപദേശിച്ച് മഹർഷി അവിടെ നിന്നും മറയുകയാണ്.
പിപ്പലാദൻ ആ വഴിയെ തന്നെ നീങ്ങി. ബ്രഹ്മാവിനെ പ്രസാദിപ്പിക്കുവാനുള്ള കഠിനമായ തപസ് ആരംഭിച്ചു ആ കുട്ടി. നാരദ മഹർഷിയുടെ ദീക്ഷയും പിതാവിന്റെ ഗുണങ്ങളും എല്ലാം ചേർന്ന് അവന്റെ തപസ് പൂർണ്ണതയിലെത്തിച്ചു. ബ്രഹ്മാവ് പ്രത്യക്ഷനായി. എന്തു വേണമെന്ന് ചോദിച്ച നാൻമുഖനോട് അവൻ ആവശ്യപ്പെട്ടത് വിചിത്രമായൊരു വരമായിരുന്നു. തന്റെ നോട്ടം കൊണ്ട് എന്തും ദഹിപ്പിക്കുവാനുള്ള ശക്തി ആവശ്യപ്പെട്ടു പിപ്പലാദൻ. ആ വരത്തിന് അവൻ എന്തുകൊണ്ടും യോഗ്യനാണെന്ന് കണ്ട് വരം നൽകി ആശീർവദിക്കുകയും ചെയ്തു ബ്രഹ്മാവ്. തന്റെ ജീവിതത്തിൽ നേരിട്ട ദുരനുഭവത്തെ കണക്കിലെടുത്ത് അവന്റെ ഉള്ളിൽ ശനിയോട് കൊടിയ പക എരിയുകയായിരുന്നു. വരം കിട്ടി ആദ്യം തന്നെ തന്റെ ദൃഷ്ടിയാൽ ശനിയെ ദഹിപ്പിക്കുവാൻ ആരംഭിച്ചു പിപ്പലാദൻ. ശനി ജ്വലിക്കുവാൻ തുടങ്ങി. മൊത്തം പ്രശ്നങ്ങളായി. ശനിയെ രക്ഷിക്കുവാനുള്ള എല്ലാ ശക്തികളും നിഷ്പ്രഭമായി. തന്റെ പുത്രൻ കത്തിജ്വലിക്കുന്നത് കണ്ട് സൂര്യൻ ബ്രഹ്മലോകത്തെത്തി ബ്രഹ്മാവിനെ കണ്ടു. വരത്തിന്റെ ഉറവിടം അവിടെ നിന്നുമാണല്ലോ. ഒടുവിൽ ബ്രഹ്മാവ് നേരിട്ടെത്തി. ശനിയെ മോചിപ്പിക്കുവാൻ പിപ്പലാദനോട് നാൻമുഖൻ ആവശ്യപ്പെടുകയാണ്. ബ്രഹ്മദേവനോടുള്ള എല്ലാ ബഹുമാനങ്ങളും നിലനിർത്തിക്കൊണ്ട് അവൻ അത് അംഗീകരിച്ചു. പക്ഷേ ശനിയെ എളുപ്പം മോചിപ്പിക്കുവാൻ അവൻ തയ്യാറായില്ല. പകരം 2 വരങ്ങൾ ആവശ്യപ്പെട്ടുകൊള്ളുവാൻ ബ്രഹ്മദേവൻ. പിപ്പലാദൻ ആവശ്യപ്പെട്ട വരങ്ങൾ ഇതായിരുന്നു. 12 വയസ്സിന് താഴെയുള്ള ഒരാൾക്കും ശനി മൂലം ദോഷമുണ്ടാകുവാൻ പാടില്ല. തന്റെ രക്ഷയ്ക്ക് ഹേതുമായ അരയാൽ മരത്തെയും പിപ്പലാദൻ മറന്നില്ല. സൂര്യോദയത്തിനു മുൻപ് പിപ്പല വൃക്ഷത്തെ വണങ്ങുന്നവർക്കും ആരാധിക്കുന്നവർക്കും ശനി മൂലം ഉപദ്രവമുണ്ടാകാൻ പാടില്ല. ഈ 2 ആവശ്യങ്ങളും നാൻമുഖൻ അംഗീകരിച്ചു. തന്റെ യോഗദണ്ഡുകൊണ്ട് ശനിയെ സ്പർശിച്ച് പീഡയിൽ നിന്നും മോചിതനാക്കി പിപ്പലാദൻ. വളരെ വലിയ ഒരു വിജ്ഞാനശേഖരമായി ഇന്നും നിലകൊള്ളുന്ന പ്രശ്ന ഉപനിഷത്തിന്റെ രചയിതാവ് ഈ പിപ്പലാദ മഹർഷിയാണ്.